പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധാകര മാഷ് കമലമ്മയോട് പറയുന്നത് ഈ രാത്രിക്കിടെ തന്നെ അമ്മ എല്ലാ സത്യങ്ങളും തിരിച്ചറിയും. വേദയും വിക്രവും തമ്മിലുള്ള എല്ലാ ബന്ധത്തെക്കുറിച്ചിട്ടും അമ്മ അറിയുമെന്നിങ്ങനെ സുധാകര മാഷ് പറയുന്ന സമയത്തിന് കമലമ്മ പറയുന്നുണ്ട്, അറിയാണെങ്കിൽ അമ്മ അങ്ങ് അറിയട്ടെ. എന്തൊക്കെ തന്നെ പറഞ്ഞാലും വിക്രം താലി കെട്ടിയ പെണ്ണല്ലേ വേദ എന്നിങ്ങനെ കമലമ്മ പറയുന്ന സമയത്തിന് മാഷ് ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കാട്ടോ. വേദ ഏതായാലും അവിടെ ഇങ്ങനെ കിടന്നുറങ്ങാൻ നോക്കുന്ന സമയത്തിന് വിക്രത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് വിക്രം നല്ല ഉറക്കത്തിലായിരിക്കും. ആ സമയത്തിന് വേദ ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്തിട്ട് വിക്രത്തിന്റെ മേലേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്തിന് വിക്രം പെട്ടെന്ന് അവിടെ ഇങ്ങനെ ഉണർന്നിരിക്കുന്നതായിട്ട് കാണും. എന്നാൽ വിക്രം എഴുന്നേറ്റിരിക്കുന്നത് കാണുന്ന സമയത്തിന് വേദ അങ്ങ് ചിരിക്കാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയും. വിക്രമിന് ഏതായാലും വേദ ഇങ്ങനെ ചമ്മ നിൽക്കുന്നത് കാണുന്ന സമയത്തിന്റെ കാര്യം മനസ്സിലായി. ആ സമയത്തിന് വേദ ഒന്നും അറിയാത്തതുപോലെ തന്റെ കയ്യിലുള്ള ആ ഒരു വെള്ളം അങ്ങനെ തീർത്ഥം പോലെ തലയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കുടിക്കും. ഇത് കണ്ടുകൊണ്ടതിന്റെ വിക്രം പറയുന്നുണ്ട്, അതെ ഞാൻ എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്യുന്ന സമയത്തിന് നീ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്ന കാര്യം എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോഴേക്കും ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട്, ആണോ എങ്കിൽ നന്നായി. അന്നേരം വിക്രം ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ പറഞ്ഞിട്ട്, ഓ എന്ത് ചെയ്യാനാ, രാവിലെ മുറുക്കെ എഴുന്നേറ്റപ്പോൾ തന്നെ കണ്ടത് നിന്റെ മുഖമല്ലേ. അപ്പോഴേക്കും അപകടം വണ്ടി പിടിച്ചു വരുമെന്നിങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കണേ. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, ആണോ അത്രക്ക് മോശമായിരുന്നോ എന്നെ കണി കാണുന്നത്? സാധാരണ എല്ലാവരും എന്നെ കണി കാണുന്നത് നല്ലതാണെന്നാ പറയുന്നത് എന്നൊക്കെ പറയും. ആ സമയത്തിന്റെ വിക്രം പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആരും പറയാൻ ഒരു ചാൻസും ഇല്ല, കാരണം എനിക്ക് അത്രമാത്രം അനുഭവമുള്ളതല്ലേ. നിന്നെ ഞാൻ കണി കണ്ട അന്നത്തെ ദിവസം പോക്കാണെന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിനെ വേദ പറയുന്നുണ്ട്, എന്നാ ശരി വിക്രം കിടന്നു, ഞാൻ പോയിട്ട് ചായ എടുത്തിട്ട് വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന്റെ വേദ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവാണ്. വേദ അടുക്കളയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തിനെ കമലമ്മയും അച്ഛമ്മയും ഇവിടെ നിൽക്കുന്നുണ്ടാവും. കമലമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോൾ ഇന്നലെ വിക്രത്തിന്റെ കൂടെയാണോ കിടന്നത് എന്ന് ചോദിക്കും. ആ സമയത്തിന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്, ഭാര്യയും ഭർത്താവും ആവുന്ന സമയത്തിന് അവരൊന്നിച്ചല്ലേ കിടക്കേണ്ടത്. എന്നാൽ അച്ഛമ്മയുടെ ഈ ഒരു വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദയും അങ്ങ് നാണത്തോടെ ചിരിക്കുകയാണ്. ആ സമയത്തിന് കമലമ്മ വന്നിട്ട് വിക്രത്തിനുള്ള ചായ അങ്ങനെ വേദയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് അവന് കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറയും. ആ സമയത്തിന് അച്ഛമ്മ പറയുന്നുണ്ട്, വേഗം കൊടുത്തിട്ട് വരണം, ചായ കുടിച്ച ഉടനെ തന്നെ നമുക്ക് ഇവിടെ നിന്നും ഇറങ്ങണം എന്നൊക്കെ പറയട്ടെ അച്ഛമ്മ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ശരി അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രമില്ല ചായ കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ് വേദ. എന്നാൽ വേദ ചായയുമായി വരുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ ആയിരിക്കട്ടെ വേദയെ തന്നെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കുന്നത്. ആ സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ദേഷ്യത്തോട് നോക്കുന്നത്? നിങ്ങൾ എങ്ങനെ നോക്കുന്നത് കാണുന്ന സമയത്തിന് എനിക്ക് ശരിക്കും പേടിയാണ്. അതിന് നിങ്ങളോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. നിങ്ങൾ ഈ ചായ കുടിക്ക്. അതെ, അച്ഛമ്മ പറഞ്ഞു പെട്ടെന്ന് റെഡിയാവാൻ, നമുക്ക് പോവണ്ടേ എന്നൊക്കെ ചോദിക്കാട്ടോ വേദ. നമ്മുടെ ജീവിതത്തിൽ ഏതായാലും കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും 2 ദിവസം അടിച്ചു പൊളിച്ചിട്ട് വരാം അല്ലേ വിക്രം എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിനങ്ങ് ദേഷ്യം വരുന്നുണ്ടെന്ന് മാത്രമല്ല വിക്രം ഇങ്ങനെ ദേഷ്യത്തോട് പറയാണ്, ആ 2 ദിവസത്തെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് തലവേദന എടുക്കുന്നത്. ഒന്ന് പോയി തരാമോ, പോടി ഇവിടെ നിന്ന് പറയുന്ന സമയത്തിന് വേദ പെട്ടെന്ന് അവിടെ നിന്നും പോവും. ഇതേ സമയത്തിന് വീട്ടിലുള്ള എല്ലാവരും റെഡിയായിക്കൊണ്ട് യാത്ര പോകാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന സമയത്തിന് അച്ഛമ്മ വന്ന് പറയുന്നുണ്ട്, അതെ നമ്മൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്നൊരു സെൽഫി എടുക്കാം. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്ന് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമായിരിക്കട്ടെ അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുന്നത്. ഇവരിങ്ങനെ ഇറങ്ങാൻ തുടങ്ങുന്ന അതേ സമയത്ത് തന്നെയായിരിക്കും വേദയുടെ മുത്തശ്ശി ഇങ്ങനെ കാറിൽ വന്ന് അവിടെ ഇറങ്ങുന്നത്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ മുത്തശ്ശി അവിടെ കണ്ട സമയത്തിന് വേദക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ഇതാരാന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതെ അച്ഛമ്മേ ഇതെന്റെ മുത്തശ്ശിയാണ്. എന്നാൽ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് തന്നെ അച്ഛമ്മ ഇങ്ങനെ മുത്തശ്ശിയെ നോക്കുന്നുണ്ട്. അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ആ വേദമോളുടെ മുത്തശ്ശിയാണല്ലേ, മോൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പിണങ്ങി നിന്നാ മതിയോ, എല്ലാവരുമായിട്ട് ഒന്നിക്കേണ്ടേ, എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദയുടെ മുത്തശ്ശി പറഞ്ഞിട്ട്, ഇവളുടെ അമ്മ പത്മത്തിന് യാതൊരു കുഴപ്പമില്ല, പക്ഷേ അവളുടെ അച്ഛന്റെ കാര്യം അറിയാലോ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അവർക്കതങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതിൻ്റെതായിട്ടുള്ള ഒരു നീരസം അവർക്കുണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും. എന്നാൽ മുത്തശ്ശിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദയും വിക്രവും ആകെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അച്ഛമ്മ പറയുന്നിട്ട്, കുട്ടികൾ നമ്മൾ പ്രേമിച്ചു എന്ന് വിചാരിച്ച് അത് അത്ര വലിയ തെറ്റുള്ള കാര്യമല്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശി ഇങ്ങനെ വേദയെ തന്നെ നോക്കും. അച്ഛമ്മ പറയുന്നിട്ട്, പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യരുടെ മനസ്സ് വേർപ്പെടുത്താനൊന്നും മനുഷ്യർക്ക് അവകാശമില്ല, അവർ തമ്മിൽ ഒന്നിക്കേണ്ടവരാ, ഭഗവാനായിട്ടത് ഒന്നിപ്പിച്ചു, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇവർ തമ്മിൽ കണ്ടുമുട്ടില്ലല്ലോ, വിക്രം ഒരിക്കലും ഇവിടെ താലി കെട്ടില്ലല്ലോ, വിക്രം സ്നേഹിച്ച് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിൽ അതെല്ലാം തന്നെ ഭഗവാന്റെ തീരുമാനങ്ങളാ. ഇത് കേട്ട് മുത്തശ്ശി പറഞ്ഞിട്ട്, അതെ അതെല്ലാം നല്ല തീരുമാനങ്ങളാണ്, 7 ജന്മത്തിലും ഇനി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിച്ച ആ ദിവസം തന്നെയാണ് ഇവർ തമ്മിൽ താലി കെട്ടിയത്. എന്നാൽ മുത്തശ്ശിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്ന സമയത്തിന് വേദയും വിക്രമിനെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. മുത്തശ്ശിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ആണോ ആ മുഹൂർത്തത്തിലാണോ ഇവർ താലി കെട്ടിയത്? എന്നാൽ പിന്നെ ഇവർ 7 ജന്മമല്ല 10 ജന്മമെങ്കിലും ഇവർ സന്തോഷത്തോടു കൂടി തന്നെ ഒരുമിച്ച് ജീവിക്കും അല്ലേടാ വിക്രം എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ചോദിക്കാട്ടെ അച്ഛമ്മ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് താളത്തോടെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുമായിരിക്കും. ആ സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്,
അല്ല നിങ്ങളെല്ലാവരും ഇത് എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് അച്ചമ്മ പറയുന്നുണ്ട്, അതെ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നും 2 ദിവസം മാറി നിൽക്കുവാണ്. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയിട്ട് വിക്രം വേദയുടെ കഴുത്തിൽ ഒന്നും കൂടെ താലി കെട്ടണം. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ആചാരം. അവിടെ ആരും വേദമോളെ അറിയില്ലല്ലോ. രഹസ്യമായിട്ടല്ലേ ഇവൻ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് വേദമോളെയും വിക്രമിനെയും എല്ലാവരും അങ്ങ് അറിയട്ടെ. ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നതിന് മുൻപേ തന്നെ വേദമോളുടെ മുത്തശ്ശി ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയല്ലോ. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയും അച്ചമ്മ. അപ്പൊ വേദയുടെ മുത്തശ്ശി പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളൊക്കെ പോകുന്നതിന് മുൻപേ തന്നെ എല്ലാവരും ഒരുമിച്ച് എനിക്കൊന്ന് കാണാൻ പറ്റിയല്ലോ. ആ സമയത്തിന് വേദ വന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നതിന് മുത്തശ്ശിക്ക് സുഖമാണോ എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് സുഖമായിട്ടിരിക്കുന്നു മോളെ, നിങ്ങൾ ഏതായാലും പോയിട്ട് വാ. ഈ മുത്തശ്ശിയുടെ എല്ലാവിധ അനുഗ്രഹവും മോളുടെ കൂടെ ഉണ്ടാവും. എന്നാൽ മുത്തശ്ശിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് ഇത് കാണുന്ന സമയത്ത് നന്ദിനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. നന്ദിനി ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ എല്ലാവരും ചേർന്നിട്ട് അവളെ അങ്ങ് തലയിലെടുത്ത് വെച്ചേക്കുന്നതാണ്. അല്ല ഈ മുത്തശ്ശി പോലും എന്താ ഇങ്ങനെ? ഹോ, എനിക്കാണെങ്കിൽ ഇവളെ കണ്ണെടുത്താ കണ്ടൂടാ. ഇവളിനി എന്ത് കൈവശം കൊടുത്തിട്ടാണെന്നോ എല്ലാവരെയും അങ്ങ് മയക്കിയെടുത്തത്. ഏതായാലും ഇവളൊരു കൈവശക്കാരി തന്നെ, എല്ലാവർക്കും കൈവശം കൊടുത്ത് മയക്കി വെച്ചേക്കുക എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം വിക്രം കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും പ്രതികരിക്കാനാവാതെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. മുത്തശ്ശി വന്നിട്ട് പ്രസാദം എടുത്തിട്ട് വേദമോൾക്കും വിക്രമിനും ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഒന്നും മിണ്ടാതെ വിക്രം ഇങ്ങനെ നിൽക്കുന്ന സമയത്തും വിക്രമിന്റെ ഈ ഒരു മാറ്റം കണ്ടിട്ട് കമലം അങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞിട്ട് ഇനി ഞാനായിട്ട് നിങ്ങളുടെ യാത്ര വൈകിപ്പിക്കുന്നില്ല. എല്ലാവരുടെയും യാത്ര പറഞ്ഞു കൊടുത്തതിന് വേദമോളോട് യാത്ര പറഞ്ഞതിന് ശേഷം മുത്തശ്ശി അവിടെ നിന്ന് പോവും. മുത്തശ്ശി പോകുന്ന സമയത്തിന് വേദ ഭയങ്കര സങ്കടത്തോടെ മുത്തശ്ശിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് വല്ലാതാവും. വിക്രം പെട്ടെന്ന് വേദയുടെ കൈയും പിടിച്ചുകൊണ്ടതിന് നീ വാ എന്നൊക്കെ പറഞ്ഞ് വേദയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് കാണുന്ന സമയത്തിന് അച്ചമ്മക്ക് വല്ലാത്ത സന്തോഷം തോന്നും. വിക്രം വേദയെ ഇത്രമാത്രം കെയർ ചെയ്യാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ മുത്തശ്ശി സന്തോഷിക്കുന്നത്. എന്നാൽ തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ വിക്രം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിറ കണ്ണുകളോടെ വേദ ഇങ്ങനെ വിക്രമിനെ നോക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഇടി ബാഗ് എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വാടി എന്നൊക്കെ പറഞ്ഞ് വേദയുടെ കൈയങ്ങ് വിട്ടിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. ആ സമയത്തിന് വേദ ഒരു ചെറു പുഞ്ചിരിയോടെ വിക്രമിനെ നോക്കിയതിനു ശേഷം കാറിൻ്റെ അകത്തേക്ക് കയറുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്